നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ബംഗാളിലെ മമതയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. അതായത് കല്യാൺ ബാനർജി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, അഭിഷേകിനെ വിട്ട് ഞങ്ങളുടെ കൂടെ വന്നാൽ എന്തെങ്കിലും രക്ഷയുണ്ടാകും എന്നിപ്പോൾ മമതയുടെ മുഖത്തേക്ക് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് രാജ്യസഭയിൽ അടികൊള്ളേണ്ടി വന്നു. അതെ, തലക്കടി കിട്ടിയപ്പോഴാണ് കല്യാണിന് ആ വീഴ്ചയിലാണ് ശരിയായത്. വീണ് കടന്നിട്ട് മലന്ന് കിടന്ന് ഇങ്ങനെ പറഞ്ഞ് അഭിഷേകിനെ വിട്ടിട്ട് ഞങ്ങളുടെ വരൂ മമത ദീദി എന്നത്. അതുപോലെ തന്നെയാണ് സുഖേന്ദു ശേഖർ റോയ്, അല്ലേ? കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം രാജ്യസഭ രാജിവെച്ച് കളഞ്ഞു, വേണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പൊ സുഷ്മിത ദേവ് അവരും വേണ്ടെന്ന് വെച്ചു. അടുത്ത എം പി ഒരാൾ ഇപ്പൊ രാജിവെച്ചല്ലോ, പ്രകാശ് ചിക് ബരായ്. തൃണമൂലിന്റെ യുവ നേതാവാണ്. അഭിഷേക് ബാനർജിയുടെ വലങ്കൈയാണ്. ഈ തേയിലത്തോട്ടങ്ങളിലെ യൂണിയൻ ലീഡറാണ് ഡാർജിലിംഗ്. അതെ. അതുപോലെ മമതയുടെ വലങ്കൈ തീപ്പൊരി നേതാവ്, ബി ജെ പിക്ക് എതിരായ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു സയോണി ഘോഷ്, ലോക്സഭ എം പി സൈനി ഘോഷ്. മതിയാക്കുകയാണ്. അവരും ആ പ്രത്യേക ബ്ലോക്ക് ആയിട്ടിരിക്കാൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത എം പിമാരിൽ അവരുമുണ്ട്. അങ്ങനെയാകുമ്പോൾ മമതയ്ക്ക് അടപടലം അടിപതറി എന്ന് തന്നെ. അല്ല, മമതയ്ക്ക് അടപടലം അടി പതറും. അതിനൊരു കാരണമുണ്ട്. ഈ എം പിമാര് ഇത് വെറുതെയാണോ ഇവരിങ്ങനെ കൂട്ടത്തോടെ മാറുന്നത്? അല്ല, അതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് വരാം. കാരണം ഈ സയോണി ഘോഷ് കുടുംബപരമായിട്ട് വലിയ കോൺഗ്രസ്സുകാരായിരുന്നു, പഴയ ആസാമിലെ കോൺഗ്രസ് എം പി. ഇവരെല്ലാവരും ഇതിനകത്ത് സുസ്മിത ദേവിന്റെ കാര്യം, ആസാമിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു. അവരുടെ അച്ഛൻ ബംഗാളിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്നു, വലിയ ക്രൗഡ് പുള്ളറായിരുന്നു. അതെ. ഇവര് ആസാമിൽ നിന്ന് രാജ്യസഭ എം പി ആയിരുന്നു ഒരു കാലം. എന്നിട്ടും അവര് തൃണമൂലിൽ വന്ന് മമതയ്ക്കൊപ്പം വന്ന് തൃണമൂലിൽ നിന്ന് രാജ്യസഭ എം പി ആയി. ബി ജെ പി പോയില്ല. അല്ല, അവര് തിരിച്ച് കോൺഗ്രസിൽ പോയില്ല. കോൺഗ്രസിൽ പോയില്ല. അവര് ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടവര്. അതെ, ഞാൻ മനസ്സിലാക്കുന്ന ശരിയാണെങ്കിൽ സുസ്മിത ദേവ് രാജിവെച്ചതിന് ശേഷം ഹിമന്ത ബിശ്വ ശർമ്മയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ചർച്ച നടത്തി. അവര് അപ്പോൾ ഈ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഇനി ജയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 208 സീറ്റ് ബി ജെ പിയുടെ കയ്യിലിരിക്കുകയാണ്. ഈ മമതയുടെ കയ്യിലിരിക്കുന്ന സീറ്റിൽ ഏതാണ്ട് 60ഓളം പേര് പിന്നെ ഋതബ്രത ബാനർജിക്കൊപ്പം പോയി. അതിൽ 31 പേര് ഋതബ്രത ബാനർജിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. ഈ 31 പേരും നാളെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒന്നുമില്ല, തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും അവർ വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ല. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. അതിനൊക്കെ കാരണമുണ്ട് കേട്ടോ. ഈ നമ്മൾ വിചാരിക്കും ഈ എം പിമാർ ബി ജെ പിക്ക് കിട്ടിയ ഉടനെ ഇവരെല്ലാം അങ്ങോട്ട് ഒഴുകുകയാണ്. അങ്ങനെ അല്ല. മമതയ്ക്ക് അധികാരം നഷ്ടപ്പെട്ട ഉടനെ മമതയെ ഇവർ പിന്നെ വലിച്ചെറിഞ്ഞു. മമതയുടെ വണ്ടി ഒന്ന് പഞ്ചറാവാൻ നോക്കിയിരിക്കുകയാണ്. അങ്ങനെയല്ല, സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഈ മമതയുടെ ചെയ്തികൾ അവർക്ക് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. ഈ മഹുവ മൈത്ര എം പി തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഒരാഴ്ച മിണ്ടിയിട്ടില്ല. ഇടയ്ക്ക് അവർ അയോഗ്യയാക്കിയാണ്. അതെ. അല്ല, മഹുവ മൈത്രയുടെ പ്രധാന ശത്രു ആരാ? ബി ജെ പി ആണോ? കോൺഗ്രസ് ആണോ? അല്ല, സ്വന്തം പാർട്ടി. അവരെ സ്വന്തം. തീർച്ചയായിട്ടും മമത ആവശ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ മമത അണ്ടർ ദ ടേബിൾ ചരട് വലിച്ചിട്ടാണ് മഹുവ മൈത്രയെ പുറത്താക്കിയത്. മഹുവ മൈത്രയ്ക്കെതിരെയുള്ള തെളിവുകൾ എങ്ങനെ ബി ജെ പിയുടെ കയ്യിൽ കിട്ടി? ഈ ആക്ഷേപം ഉന്നയിക്കാൻ ബി ജെ പി നേതാക്കൾ ഉന്നയിക്കാനുണ്ടായ കാരണം എന്താണ്? ഒക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് മഹുവ മൈത്ര അഭിഷേക് ബാനർജിക്ക് വലിയ വെല്ലുവിളിയായി അവിടെ. അതാണ് മഹുവ മൈത്രയ്ക്ക് അവിടെ കുറി വീണത് അങ്ങനെയാണ്. മാത്രമല്ല, മഹുവ മൈത്രയും ഈ ഇവരുമായിട്ടൊന്ന് പിന്നെ മമതയായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞപ്പം മഹുവ മൈത്ര പതുക്കെ ഡോക്ടർ ശശി തരൂരുമായിട്ട് അടുത്തു. ഈ ശശി തരൂരിൻ്റെ കൂടെ പാർട്ടിയിലൊക്കെ പങ്കെടുക്കുകയും ഒരുമിച്ച് സിഗരറ്റൊക്കെ വലിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. പിന്നെ ഒരുമിച്ച് മദ്യപിച്ചു, മാംസം ഭക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. എന്തായാലും മഹുവ മൈത്രയെ അതോടുകൂടി മമത വരച്ചു. അന്ന് മമതയ്ക്ക് പവറുണ്ടായിരുന്നു, മമതയുടെ കയ്യിൽ അധികാരമുണ്ടായിരുന്നു. മമത പറയുന്നിടത്ത് പാർട്ടി നിൽക്കും. അങ്ങനെ മഹുവ മൈത്രയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു. ആ മഹുവ മൈത്ര തിരിച്ച് മമതയുടെ കാല് പിടിച്ചാണ് തിരിച്ച് പാർട്ടിക്കുള്ളിൽ വന്നത്. വീണ്ടും സീറ്റ് ഒപ്പിച്ച് മത്സരിച്ച് ജയിച്ചത് ലോക്സഭയിലേക്ക് 2024. ആ മഹുവ മൈത്ര മമതയോട് പകരം വീട്ടാതിരിക്കും, പ്രതികാരം ചെയ്യാതിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വന്നത് തന്നെ. അപ്പോൾ ഈ അഭിഷേക് ഇതിൽ ഈ സത്യത്തിൽ മമതയുടെ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്
BJPയോ കോൺഗ്രസ്സോ അല്ല, മഹുവ മൈത്രയെ പോലെയുള്ളവരാണ്, ഈ കാകോലി ഘോഷിനെ പോലെയുള്ളവരാണ്. കാരണം അവരത്രത്തോളം സഹിച്ചു മടുത്തിരിക്കുകയാണ്. ഈ മറുത എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, ഈ മറുതയെ എങ്ങനെയെങ്കിലും ജനം ഒന്ന് തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ തപസ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഈ അവസരം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മമതയ്ക്കിട്ട് പണി ഇങ്ങനെ കൊടുക്കുന്നതിന് കാരണമുണ്ട്. ഇത്രയും തോറ്റിട്ട് പോലും മമത ഇപ്പോൾ ചെയ്യുന്ന എന്താണ്? ബംഗാളിൽ എന്തായാലും ഈ 80 MLA-മാരിൽ 31 പേര് പോയി ഋതപ്രതാപ് ബാനർജിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അതിൽ 60 പേരുണ്ടെന്ന് പറയുന്നു. ബാക്കി 30 പേര് 29 പേരുടെ കഥ എന്താണെന്ന് നമുക്കറിയില്ല. ഋതപ്രതാപ് ബാനർജിക്കൊപ്പം ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയമല്ലേ, ഒന്നും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ അവരാണ് യഥാർത്ഥ തൃണമൂലെന്ന് പറഞ്ഞ് മമതയ്ക്ക് എതിരായിട്ട് വന്നാൽ അത് വലിയൊരു അടിയാണ് മമതയെ സംബന്ധിച്ച്. സ്പീക്കർ അവർക്ക് പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാനുള്ള അനുമതി കൊടുത്തു. അവിടെ ബംഗാൾ നിയമസഭയിൽ. രാജ്യസഭയിലേക്ക് വന്നപ്പോൾ 29 MP-മാരിൽ ഒരാൾ മരിച്ചുപോയി. അവിടെ ഇനി ഉപതെരഞ്ഞെടുപ്പ് കിടക്കണം. 28 MP-മാർ മമതയ്ക്കുണ്ട്. അതിൽ 20+ ആൾക്കാർ ഇപ്പോൾ മമതയെ വിട്ട് ലോക്സഭാ സ്പീക്കർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്, ഞങ്ങളെ ഒരു പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കാൻ അനുവദിക്കണം, ഞങ്ങൾ NDAയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ് അവർ വളരെ കൃത്യമായിട്ട് പിന്നെ ഭൂപേന്ദർ യാദവ് എന്ന BJP നേതാവുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു. കാകോലി ഘോഷിൻ്റെ നേതൃത്വത്തിൽ വന്ന ആൾക്കാർ BJPയുടെ ആൾക്കാരുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞു. ഇനി ഈ രാജ്യസഭ MP-മാർ 3 പേര് രാജിവെച്ചത് അത് കനത്ത അടിയല്ലേ? നോക്കൂ, അവരുടെ ഭാഗത്ത് ധാർമ്മികത നമുക്കില്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ തൃണമൂലിൻ്റെ MLA-മാർ MP-മാരൊക്കെ വോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളിത് അത് രാജിവെക്കുന്നു. നിങ്ങൾ ആരെ വേണോ മത്സരിപ്പിച്ച് ജയിപ്പിച്ചോ, ജയിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് അപ്പോൾ ഈ നമ്മുടെ സുഖേന്ദു ശേഖർ റോയ് വളരെ നേരത്തെ തന്നെ ഈ മമതയ്ക്കെതിരായ ആക്ഷേപങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് രാജിക്കത്ത് കൊടുത്തത്. അത് വെറുതെ രാജിക്കത്ത് കൊടുക്കുകയല്ല. അതുപോലെ തന്നെ സുസ്മിത ദേവ്, അതുപോലെ തന്നെ ഈ പ്രകാശ് ചിക് ബരായിക്, ഇവരെല്ലാം ഈ പ്രകാശ് ചിക് ബരായിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സമുന്നതനായൊരു യുവ നേതാവാണ്. അഭിഷേക് ബാനർജിയുടെ വലം കൈയാണ്. അതായത് ഇദ്ദേഹം അറിയാതെ അഭിഷേക് ബാനർജി ഒന്നും ചെയ്യില്ല, ഒരു രാഷ്ട്രീയ നീക്കങ്ങളും നടത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രകാശ് ചിക് ബരായിക്ക് അഭിഷേക് ബാനർജിയെ തള്ളിപ്പറഞ്ഞ് മമതയെ തള്ളിപ്പറഞ്ഞ് രാജിവെച്ച് പുറത്തു പോയ ഈ രാജ്യസഭ MP-മാർ ഇങ്ങനെ രാജിവെച്ച് മാറുന്നത് നല്ലൊരു കീഴ്വഴക്കമാണ് ഒരു തരം നോക്കി. അതായത് ഒരു സംസ്ഥാനത്ത് പുതിയൊരു സർക്കാർ വരുമ്പോൾ ആ സർക്കാരിൻ്റെ തന്നെ പ്രതിനിധികൾ ഇവിടെ വേറൊരു കാരണമുണ്ട്, വളരെ ബൃഹത്തായ വളരെ ബലവത്തായ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ? മമത ഈ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് വീണ്ടും കോൺഗ്രസ് ലയിപ്പിക്കാനാ പരിപാടി. അത് സോണിയാഗാന്ധിയെ കണ്ടു, സോണിയെ കണ്ടു, അഭിഷേക് ബാനർജി സോണിയെ കണ്ടിട്ടുണ്ട്. അതെ, അതായത് അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മമതയ്ക്ക് ഇനി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ഇനി വേണ്ടത് പ്രബലരായ സഹായികളെയാണ്, അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന, അവരെ പിന്തുണയ്ക്കാൻ കഴിയുന്ന. കാരണം മമതയ്ക്കെതിരെ നിരയായിട്ട് കേസുകൾ വരാൻ പോകും. നല്ല കാര്യമാണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ജൂൺ 10-നാണ് രാജ്യം കണ്ട ഏറ്റവും കൂടുതൽ കാലം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് അർഹനായി. അതേപോലെ തന്നെ രാജ്യം കണ്ട ഏറ്റവും കൂടുതൽ കാലം ഭാവി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ്. അതുകൊണ്ട് അല്ല, മോദിക്ക് അവിടെ ഒരു വെല്ലുവിളിയുണ്ട്. മോദി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഭാവി പ്രധാനമന്ത്രിയായി വിശേഷിപ്പിക്കപ്പെട്ടതും ആ സ്ഥാനം അലങ്കരിക്കുന്നത് രാഹുൽ ഗാന്ധി. രാഹുലിനെ ഇന്ത്യയിൽ വേറെ ആർക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാം അഭയം പ്രാപിക്കുന്നത് രാഹുലിന്റെ അടുത്ത് തന്നെ വേണം. കാരണം അതിനൊരു പൊളിറ്റിക്കൽ ഒരു കാലത്തിന്റെ കാവ്യനീതി അതിനകത്തുണ്ട്. അതെ. അപ്പോൾ ഇത് ഈ കോൺഗ്രസിനോട് ചേരാൻ ഈ MP-മാർ താല്പര്യമില്ല. അതാണ് 20 MP-മാർ ലോക്സഭയിൽ മാറിയത്. ഈ 3 പേര് രാജിവെച്ചത്. അവർ ശരിയാണ്, ഇന്ത്യ മുന്നണിയെ പിന്തുണച്ചിരുന്നു BJP എതിർക്കാൻ വേണ്ടി. പക്ഷേ തൃണമൂലിൻ്റെ അസ്തിത്വം കളയാൻ അവർ തയ്യാറല്ലായിരുന്നു. അപ്പോൾ തൃണമൂലിൻ്റെ അസ്തിത്വം കളഞ്ഞുകൊണ്ട് ഈ തൃണമൂലിൻ്റെ നോക്കൂ, ഈ 20 MP-മാർ നേരെ കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസിൻ്റെ MP-മാരായാൽ 99 എന്നുള്ളത് രാഹുലിന് എത്രയായി? 119 ആയി. പക്ഷെ അവർക്ക് താല്പര്യമില്ല.
പക്ഷെ അവർക്ക് രാഹുലിനും താല്പര്യമില്ല. ഇനി രാജ്യസഭയിലും അതുപോലെ തന്നെ രാഹുലിന് ഉള്ളവരെ മേയ്ക്കാൻ പറ്റുന്നില്ല, ഉള്ളവരെ മേയ്ക്കാനും പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ വളരെ വേറെ ഒരു കഥയാണത്. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ മമത ചെയ്യാൻ പോയത് ഒരു വലിയ അന്യായമാണ്. ഇത്രയും കാലം ആരെ എതിർത്തോണ്ടിരുന്നോ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും രാഹുലും മമതയും പരസ്പരം പോര് വിളിക്കുകയായിരുന്നു. രാഹുൽ പറഞ്ഞത് എന്താ? മമതയുടെ കുഴപ്പം കൊണ്ടാണ് അവിടെ BJP വളർന്നതെന്നാണ് പറഞ്ഞത്. നോക്കൂ, BJPക്ക് അപ്പോൾ 77 സീറ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിന് എത്ര സീറ്റാ? 0 രാഹുൽ അവിടെ കുറച്ചേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബംഗാളിൽ വന്നുള്ളൂ, ആൻഡമാനിലേക്ക് ഓടുകയായിരുന്നു. പക്ഷേ രാഹുൽ അവിടെ ആഞ്ഞടിച്ചു. അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള, ദീപാദാസ് മുൻഷിയെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചിട്ട് രാഹുൽ ആഞ്ഞടിച്ചു. എന്തായിരുന്നു? മമതയാണ് അവിടെ BJPയെ വളർത്തിയത്. BJPയെ അവിടെ ബംഗാളിൽ വളരാൻ അനുവദിച്ചതും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്തതും അവർക്ക് വഴിമരുന്ന് ഇട്ട് കൊടുത്തതും മമതാ ബാനർജിയാണ്. മമതയുടെ അഴിമതിയാണ് എണ്ണിയാണ് പറഞ്ഞത്. ശാരദാ ചിട്ടി ഫണ്ട്, അതുപോലെ വിദ്യാഭ്യാസ അഴിമതി ഒക്കെ, വിദ്യാഭ്യാസ നിയമന അഴിമതി, അതൊക്കെ രാഹുൽ എണ്ണി പറയുകയായിരുന്നു. എല്ലാം കൂടി എത്ര കോടി, എത്ര 1000 കോടി രൂപയുടെ, സഹസ്ര കോടികളുടെ അഴിമതിയാണ്. മുനിസിപ്പൽ നിയമനം. അതെ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പ്രതിസന്ധിയിലായ മമത, രാഹുൽ ശക്തിയുക്തം മമതയെ എതിർത്തു, BJPയെ മാത്രമല്ല എതിർത്തത്. അങ്ങനെയുള്ള രാഹുലിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കാൻ മമത പോയെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ആ കാരണം വളരെ വ്യക്തമാണ്. ആ കാരണം എന്ന് പറയുന്നത് മമതയ്ക്കെതിരെ വരാൻ പോകുന്ന നിയമ നടപടികൾ. മമതയ്ക്ക് വേറെ നിവർത്തിയില്ല. മമത ഇപ്പോൾ ഒരു ജനപ്രതിനിധിയല്ല. മമത ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെയും ഇപ്പം അതിൻ്റെ ഔദ്യോഗിക പദവിയും ചിഹ്നവും എല്ലാം കിട്ടാൻ പോകുന്നത് ഈ വിമതർക്കാണ്. എണ്ണത്തിൽ കൂടുതലാണോ അവർക്കാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും മമതയെ പുറത്താക്കും. അപ്പോൾ മമതയ്ക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയാണ് വന്നത്. മമത വിചാരിച്ചു ഇനി നോയിക്കൊണ്ടുന്ന അപകടമാണ്, ചാടി ഒറ്റ ചാട്ടം. ഇന്നിപ്പോൾ വേറെ എങ്ങോട്ട് ചാടാൻ പറ്റും? എങ്ങോട്ടും ചാടാൻ പറ്റില്ല. മറ്റതെന്തായിരുന്നു മമതയുടെ വീറ്? കോൺഗ്രസിനെ, അതായത് രാഹുലിനെ ഇപ്പോൾ ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ച് കളയും അല്ലേ? രാഹുലിനെ പറയാൻ ചീത്തയൊന്നുമില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഉപാധ്യക്ഷയാക്കാമെന്നാണ് സോണിയാഗാന്ധിയുടെ ഉറപ്പ്. അല്ല, അത് സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഈ ഉപാധ്യക്ഷ ജയിലിൽ കിടന്ന ആണ് ഉപാധ്യക്ഷ പദം അലങ്കരിക്കേണ്ടി വരുന്നതെങ്കിലും കോൺഗ്രസിന്റെ വിധിയെന്ന് കരുതേണ്ടി. അതെ. അപ്പോൾ അത് കോൺഗ്രസിന് കൂടുതൽ പരിക്കുണ്ടാക്കുകയുള്ളൂ. ഇപ്പം മമത അവിടെ, മമതയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവനും ഒലിച്ചു പോയിട്ട് മമതയ്ക്ക് നിക്കക്കള്ളിയില്ല. മമത മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, ചതുപ്പിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഒരു കാര്യമുണ്ട്, ഒരാൾ ഇങ്ങനെ ജയിലിൽ പോയി കാണിച്ചു കൊടുത്താൽ പിന്നെ എല്ലാവരും അണികളെല്ലാം വലിയ പിറകെ പോയിക്കോളും. അത് ചിദംബരം പോയി കാണിച്ചതാണല്ലോ. അതുകൊണ്ടാണ് ചിദംബരം ഇപ്പം വലിയ ആക്റ്റീവ് ആകാതെ, രംഗത്ത് വരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. നോക്കൂ, ഇപ്പം BJPയെ വിമർശിക്കുന്ന ഒരു പ്രസ്താവന പോലും വരുന്നില്ല ചിദംബരത്തിൻ്റെ. മറ്റത് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിദംബരം ഉണ്ടാക്കിയ കോലാഹലം നമ്മൾ കണ്ടതാണ്. ഇവിടെ മമതയെ സംബന്ധിച്ച് മമതയുടെ ചീട്ട് കീറി. ഇനി മമതയ്ക്ക് മമതയുടെ തടി എങ്ങനെ രക്ഷിക്കണം, അനന്തരവനെ രക്ഷിക്കണം. ചാടി വീണു കോൺഗ്രസ്സിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഈ MP-മാരെ സംബന്ധിച്ചിടത്തോളം ഇനി ജനങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെ വോട്ട് ചോദിക്കും? രാജ്യസഭാ MP-മാർക്കാണെങ്കിൽ കൂടി അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അടുത്ത കാലത്തെങ്ങും മമതയുടെ കൂടെ നിന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിൽ. അപ്പോൾ മാത്രമല്ല, മമതയുടെ MLA-മാർ തന്നെ വിഘടിച്ച് 2 ഗ്രൂപ്പായിട്ട് നിന്ന് മമതയെ എതിർത്തുകൊണ്ട് നിൽക്കുന്നു. രാജ്യസഭാ MP-മാർ രാജിവെച്ചിരിക്കുന്നു, ലോക്സഭാ MP-മാർ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുന്നു. അപ്പോൾ മമത എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയിലാണ്. മമതയ്ക്ക് ഇനി കോൺഗ്രസ്സിൽ ചേരുക അല്ലെങ്കിൽ CPM-ൽ ചേരുക എന്നൊക്കെ ഉള്ളൂ. CPM-ൽ ചേർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ തമ്മിൽ ഭേദം ഇല്ലേ? നമ്മുടെ തുക്കടെ ഗ്യാങ് കനയ്യകുമാർ ചെയ്ത പണിയുണ്ടല്ലോ, അയാൾക്ക് മനസ്സിലായി CPI-യിൽ നിന്ന് മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ അന്നേ മനസ്സിലാക്കി കേരളത്തിൽ ഉള്ളൊരു കനലൊരു തരി കെട്ടുപോകും എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസ്സിൽ പോയത്. കോൺഗ്രസ്സിൽ ചെന്നാൽ അവിടെ ഈ ഒരു പാൻ ഇന്ത്യൻ കഞ്ഞുടിക്കാനുള്ള വകയെങ്കിലും കിട്ടും. അതാണ് കോൺഗ്രസ്സിൽ പോയത്. മമതയും അത് തന്നെയാണ് ചെയ്യുന്നത്. മമതയ്ക്കും നിവർത്തിയില്ല. മമതയുടെ കയ്യിൽ അഴിമതി പണമൊക്കെ ധാരാളം ഉണ്ടാവും, നമുക്കറിയില്ല. ഇതെല്ലാം അത് ED കൊണ്ടുപോകാതിരിക്കാനാണ് ഈ കോൺഗ്രസിനെ അഭയം പ്രാപിക്കുന്നത്.
അവിടെ ചെല്ലുമ്പം ഈ 20 MP കൂടെ ചേരുമ്പം കോൺഗ്രസ് 119 കോൺഗ്രസിന് കുറെ കൂടെ ശക്തിയായി. ആ കോൺഗ്രസിന് അഖിലേഷ് യാദവിൻ്റെ അടുത്ത് വാദിക്കാം. കാരണം അഖിലേഷ് യാദവ് പറയാണ് എൻ്റെ കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് തൻ്റെ ഇടത്തോടെ തിരിച്ചു പറയാം. കാരണം ഈ തൃണമൂലിൻ്റെ 20 പേര് വന്നു, പിന്നെ 39 പേര് സ്റ്റാലിൻ്റെ പോയതിൻ്റെ നഷ്ടം അവിടെ തീരുകയല്ലേ. കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. അതും സ്റ്റാലിൻ പോയി BJPക്ക് പിന്തുണ കൊടുക്കുകയല്ല. ഇതൊക്കെ ഉദ്ദേശിച്ചാണ് മമത ചാടാൻ നിന്നത്. പക്ഷേ MP മമതയുടെ എന്താ പറയുക, അപ്പുറത്ത് മമത രാഷ്ട്രീയം പഠിച്ച സ്കൂളിലെ നല്ല അധ്യാപകരും ഹെഡ് മാസ്റ്റർമാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവരത് മുൻകൂട്ടി കണ്ടിട്ട് അവർ വളരെ ഭംഗിയായിട്ട് പണി തിരിച്ചു കൊടുത്തു. കുറേ പേര് രാജിവെച്ചു, കുറേ പേര് ബ്ലോക്കായിട്ടിരിക്കാൻ തീരുമാനിച്ചു, അവർ BJPക്ക് പിന്തുണ കൊടുക്കാൻ ആ ഫലത്തിൽ തൃണമൂല് സമ്പൂർണ്ണമായും തകർന്നു. മമതയ്ക്ക് ഇനി ഒരു രാഷ്ട്രീയ ഭാവിയില്ല. മമത തിരിച്ചു കോൺഗ്രസിലേക്ക് പോയാൽ പോലും മമതയ്ക്ക് അവിടെ അർഹിക്കുന്ന പരിഗണനയോ ഇതോ ഒന്നും കിട്ടില്ല. മമത എല്ലാ അർത്ഥത്തിലും ഒരു എന്താ പറയുക, ഉപ്പുവെച്ച കലം പോലെ ബംഗാളിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് കടന്നു വന്ന മമത ഇപ്പോൾ ഒന്നുമല്ലാതെയായി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്.